അങ്ങനെ കഴിഞ്ഞു ഗായ്സ്, കല്യാണം കഴിഞ്ഞു. അതെ, അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് 4 ദിവസം പോയതും അറിഞ്ഞില്ല. തിങ്കളാഴ്ച കല്യാണം കഴിഞ്ഞ് വ്യാഴാഴ്ചയായിരുന്നു തിരിച്ച് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നത്. പുറമേ അച്ഛൻ ഒരു അൺഇമോഷണലായിട്ട് കാണിക്കുമെങ്കിലും, സ്വയം പ്രഖ്യാപിത അൺഇമോഷണൽ ആണെങ്കിലും, പക്ഷേ അവസാനമൊക്കെ ആയപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി. വീട്ടിലെല്ലാവർക്കും കൂടി ഹാളിൽ വിരിച്ച് ഒരുമിച്ച് കിടക്കണം എന്നുള്ള അച്ഛൻ്റെ ആഗ്രഹം നമ്മളും അങ്ങ് കൂട്ട് നിന്നു കേട്ടോ. ആഗ്രഹം അച്ഛനാണ് പ്രകടിപ്പിച്ചതെങ്കിലും എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് തോന്നി. അവന്റെ അടുത്ത് എവിടെ കിടക്കൂന്ന് ആലോചിക്കട്ടെ. അമ്മ കിടക്കണോടത്ത് വേണം അവന് കിടക്കാൻ. അമ്മ നീ മെയിൻ ചെയ്യട്ടെ. കുത്തി അവന് ഇവന്റെ അടുത്ത് കിടക്കണം. അളിയാ ദൈവമേ, മേലൊരു മൂത്ത് അമ്മേ, ഇവനെന്താ അമ്മ ഇവിടെ കിടക്കണേ? ഇവനേതാമേ? കുറച്ച് ദിവസമല്ലേ ഇവിടെ ഉണ്ടല്ലോ. വേണ്ട വേണ്ട, ഇതല്ല ഇതല്ല, ഇത് നിന്റെ കൂടെ കിടക്കും. അതെ, നീ മോൻ തിരിച്ചു വെച്ചു. മോത്ത് കടി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എന്റെ ചേട്ടനെ വിളിക്കട്ടെ. അവന്റെ സ്ഥലത്ത് പോയി അവൻ കിടന്നു. ചേട്ടനെ വിളിക്കട്ടെ. ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയത് തന്നെ. മൈസൂർ ട്രെയിനിങ് ഉണ്ടായിരുന്ന ടൈമിൽ ഇതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ജോലിക്ക് പോയപ്പോഴും അല്ലാണ്ട് വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കൽ വളരെ കുറവായിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് മാറി നിൽക്കുന്നതുകൊണ്ട് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴും എനിക്ക് അങ്ങനെ ഒരു തോന്നൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാനാകുന്നത് എൻ്റെ ഈ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ.